ഇന്ന് ഞാനിവിടെ ബനാന കൊണ്ടൊരു ദോശയാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ദോശ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് ശർക്കരയാണ്. അതിവിടെ ചെറുതായി ഒന്ന് ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് അവലാണ്. ഇനി ഈ അവലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്ത് വെക്കണം. പിന്നെ വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. അത് ഞാനിവിടെ ഒരു 4 മണിക്കൂർ സമയം വെള്ളത്തിൽ വെച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്, പച്ചരിയും കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് അതിനുശേഷം അവൽ, പിന്നെ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഏത്തപ്പഴമാണ്. അതിൻ്റെ കൂടെ തന്നെ ശർക്കരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന ദോശ മാവിൽ നിന്ന് കുറച്ചുകൂടി കട്ടിയായിട്ട് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സാധാരണ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ 2 ഭാഗവും ഒന്ന് വേവിച്ചെടുത്ത് ഈ ദോശ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട തേനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അവർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതുകൂടി ചേർത്ത് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ഇനി നല്ലൊരു റെസിപ്പിയോ അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം.